ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RNA വേൾഡ് ഹൈപ്പോത്തീസിസിനെ കുറിച്ചാണ്. നമുക്കറിയാം DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് അറിഞ്ഞത് തൊട്ടുള്ള സയന്റിസ്റ്റുകളുടെ ഒരു ചിന്തയാണ് DNA ആണോ അതോ പ്രോട്ടീൻ ആണോ ആദ്യമായിട്ട് ഇവോൾവ് ചെയ്തത്, ആദ്യമായിട്ട് ഉണ്ടായി വന്ന മോളിക്യൂൾ എന്നുള്ളത്. നമുക്കറിയാം ഇനി കെമിക്കൽ എവല്യൂഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യും. DNA എന്ന് പറഞ്ഞ ന്യൂക്ലിക് ആസിഡ് ആണ് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത് കൺഫേം ആയത് തൊട്ടുള്ള ഒരു ഡൗട്ടാണ്, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയാണ്. DNA ആണോ പ്രോട്ടീൻ ആണോ ആദ്യമായിട്ട് ഉണ്ടായത്? ആ ഒരു ക്യൂരിയോസിറ്റിക്കുള്ള കാരണം എന്താവും? നമുക്കറിയാം DNA അല്ലെ, DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്തിരിക്കുന്നത് DNA-യിലാണ്. അതിന് സ്വയമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ആരുടെ സഹായം വേണം? നമുക്കറിയാം പ്രോട്ടീൻസ് വേണം, ശരിയല്ലേ? DNA റെപ്ലിക്കേഷന് DNA പോളിമറൈസ് പ്രോട്ടീനുകൾ, എൻസൈംസ് ആവശ്യമാണ്. അതിന്റെ ഒരു എക്സ്പ്രസീവ് റീജിയനെയാണ് നമ്മൾ ജീൻ എന്ന് വിളിക്കുക, ശരിയല്ലേ? ജീൻ എന്ന് പറയുന്നത് DNA-ന്റെ ഒരു റീജിയൻ ആണ്. അപ്പം ജീൻ എക്സ്പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് RNA ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാവുന്നത്. RNA ഉണ്ടാവുന്നത് ജീന് എക്സ്പ്രസ് ചെയ്തിട്ടാണ്, അല്ലെ? ജീൻ എന്ന് പറയുന്നത് എന്താ? DNA-ന്റെ ഒരു പാർട്ടാണ്. എന്നിട്ട് ഈ ഉണ്ടായ RNA-നെ റൈബോസോം വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് RNA-യിൽ നിന്നും, ഈ ഉണ്ടായത് mRNA ആണെന്നുണ്ടെങ്കിൽ RNA-യിൽ നിന്നും mRNA-യിൽ നിന്നും എന്തുണ്ടായി മാറുന്നത്? പ്രോട്ടീനായി മാറുന്നത്. ശരിയാണല്ലോ. അപ്പൊ നോക്ക്, ഒരു DNA-ന്റെ കോപ്പി ഉണ്ടാക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുക. DNA-യിൽ നിന്നും DNA കോപ്പി ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുക. DNA റെപ്ലിക്കേഷൻ ആവശ്യമുണ്ട്? പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം DNA-ക്ക് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പ്രോട്ടീന്റെ സഹായത്തോട് കൂടിയിട്ട് മാത്രമേ റെപ്ലിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി അതുപോലെ പ്രോട്ടീന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രോട്ടീന് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറേ ഇല്ല. പക്ഷെ നിങ്ങൾ നോക്ക്, ഒരു DNA-യിൽ നിന്നും RNA ഉണ്ടാവാനും RNA പ്രോട്ടീനായി മാറാനും ഒക്കെ പ്രോട്ടീൻ ഉണ്ടാവാൻ പോലും പ്രോട്ടീൻ വേണം, ശരിയല്ലേ? അപ്പൊ DNA-ക്ക് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റൂല. പ്രോട്ടീനിന് നമുക്കറിയാം അങ്ങനെ ഒരു ഫീച്ചറേ ഇല്ല. പ്രോട്ടീനിന് റെപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഫീച്ചറേ ഇല്ല. അപ്പം ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് DNA ആണോ പ്രോട്ടീൻ ആണോ ആദ്യമായിട്ട് ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന്റെ മുന്നിൽ നമ്മൾ എത്തി നിൽക്കുമ്പം ഇത് കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് DNA-ക്ക് സ്വന്തമായിട്ട് കോപ്പി ചെയ്യാൻ പറ്റില്ല പ്രോട്ടീന്റെ സഹായം ഇല്ലാതെ. ഇനി DNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വേറൊരു പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ DNA ആണോ പ്രോട്ടീൻ ആണോ ആദ്യം ഉണ്ടായത് എന്ന് പറയുന്ന ഒരു കുഴപ്പിക്കുന്ന ചോദ്യത്തിലായിരുന്നു അന്നുള്ള സയന്റിസ്റ്റുകൾ. അങ്ങനെ 1982 വരെയൊക്കെ, 1980s ഇതിൽ നിന്നൊരു ക്ലാരിറ്റി കിട്ടുന്നത്. നമ്മൾക്ക് ഇനി പഠിക്കാൻ പോകുന്ന RNA വേൾഡ് ഹൈപ്പോത്തീസിസിലേക്ക് ലോകം എത്തുന്നത് 1982 വരെ നമ്മൾ കണ്ടുപിടിച്ച എല്ലാ എൻസൈമുകളും, നമ്മൾ ബയോമോളിക്യൂൾസിൽ പഠിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. പ്രോട്ടീൻ കൊണ്ടാണ് എല്ലാ എൻസൈമുകളും ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ നോക്ക്, 1982 വരെ നമ്മൾ കണ്ടുപിടിച്ച എല്ലാ എൻസൈംസും വേർ മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. പക്ഷെ 1989 ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു എൻസൈം നമ്മൾ കണ്ടുപിടിച്ചു. ആ എൻസൈം ഉണ്ടാക്കിയത് പ്രോട്ടീൻ കൊണ്ടല്ല, പക്ഷെ RNA കൊണ്ടായിരുന്നു. അപ്പം RNA കൊണ്ട് ഉണ്ടാക്കിയ RNA എൻസൈം എന്ന് പേരിട്ടു. RNA കൊണ്ട് ഉണ്ടാക്കിയ എൻസൈം RNA എൻസൈം എന്നുള്ള അർത്ഥത്തിൽ അന്ന് പേരിട്ട് വിളിച്ചതാണ് റൈബോസൈം. അപ്പൊ നോക്ക്, 1989 റൈബോസൈം കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ? റൈബോസൈം എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്ന ഈ ഒരു എൻസൈമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ആ എൻസൈം പ്രോട്ടീൻ അല്ല, റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA കൊണ്ട് ഉണ്ടാക്കിയ എൻസൈമാണ് റൈബോസൈം. 1984 കണ്ടുപിടിച്ചു. അപ്പം അന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ്, RNA എന്ന് പറയുന്ന ആള് വെറും ഒരു ജനറ്റിക് മെറ്റീരിയൽ മാത്രമല്ല, അയാൾക്ക് ഡബിൾ റോള് ചെയ്യാൻ പറ്റും, 2 ഡ്യൂട്ടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് RNA-ക്ക് ചെയ്യാൻ പറ്റുന്ന 2 ഡ്യൂട്ടി എന്ന് പറയുന്നത്? അയാൾക്ക് ജനറ്റിക് മെറ്റീരിയൽ ആണ് അയാള്, അല്ലെ? RNA എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ്, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, ശരിയാണല്ലോ? ഇനി രണ്ടാമത്തെ റോൾ എന്ന് പറയുന്നത് എന്താ? അയാൾക്ക് കാറ്റലിറ്റിക് റോളും ചെയ്യാൻ പറ്റും. അയാൾക്ക് എൻസൈമാറ്റിക് ആയിട്ടുള്ള കാറ്റലിറ്റിക് റോളും ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പം റൈബോസൈമിന്റെ കണ്ടുപിടുത്തമായിരുന്നു
ഏറ്റവും വഴിത്തിരിവായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അതുവരെ നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത് ഏത് വേൾഡിലാണ്? DNA-യും പ്രോട്ടീനും ബേസ് ചെയ്തിട്ടുള്ള ഒരു വേൾഡിലാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതിന് നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല. DNA ആണോ പ്രോട്ടീൻ ആണോ ആദ്യം ഉണ്ടായത് എന്നുള്ളൊരു ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് റൈബോസൈമിന്റെ കണ്ടുപിടുത്തം അതിനുശേഷം വരികയാണ്. റൈബോസൈമിന്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലായി RNA എന്ന് പറയുന്ന ആൾക്ക് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടും അതുപോലെ കാറ്റലിസ്റ്റ് ആയിട്ടും എൻസൈം ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. ഇയാൾക്ക് എന്തൊക്കെ കാറ്റലിറ്റിക് റോളാണ് ഇയാൾ ചെയ്യാൻ പറ്റുകയെന്നറിയോ? ഇയാൾക്ക് ഈവൻ RNA റെപ്ലിക്കേഷൻ കാറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് RNA. അപ്പൊ നോക്ക്, RNAക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ എന്ത് മതി? RNA മതി. സോ ഇയാളുടെ കാറ്റലിറ്റിക് റോൾ എന്ന് പറയുന്നത് RNA എൻസൈം എന്ന് പറയുന്ന റൈബോസൈംസ് RNA റെപ്ലിക്കേഷൻ വരെ കാറ്റലൈസ് ചെയ്യാൻ പറ്റും. RNA റെപ്ലിക്കേഷൻ വരെ കാറ്റലൈസ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി. അപ്പൊ നോക്ക്, DNA-ക്ക് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രോട്ടീന് റെപ്ലിക്കേറ്റ് ചെയ്യാനേ പറ്റില്ല. DNA-ക്ക് പ്രോട്ടീന്റെ സഹായത്തോടു കൂടി മാത്രമേ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ DNA പ്രോട്ടീൻ ബേസ് ചെയ്തിട്ടുള്ള വേൾഡ് ഇന്ന് നമ്മൾ കാണുന്ന പോലത്തെ ഒരു ലൈഫ് ഫോമിന് എത്രയോ മുന്നേ RNA ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ്ലി RNA ബേസ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ഹൈപ്പോത്തീസിസിനെയാണ് നമ്മൾ RNA വേൾഡ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുക. RNA വേൾഡ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുക. അപ്പൊ എന്താ RNA വേൾഡ് ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ കാണുന്ന ലൈഫ് എന്ന് പറയുന്നത് എന്തിന് അറൗണ്ട് ആയിട്ടുള്ള ലൈഫാണ്? DNA-ക്കും പ്രോട്ടീനും. അതിലെ DNA ജനറ്റിക് മെറ്റീരിയൽ ആണ് ആൻഡ് പ്രോട്ടീൻ കാറ്റലിറ്റിക് റോള്. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സെല്ലുലാർ ടാസ്ക് ചെയ്യുന്ന ആളാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് അറൗണ്ട് ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിയാണല്ലോ? പക്ഷേ ഈ ലൈഫ് ഫോം ഒക്കെ ഇവോൾവ് ചെയ്യുന്നതിന്റെ മുന്നേ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഈ കെമിക്കൽ എവല്യൂഷൻ ഒക്കെ നടന്ന് ഏറ്റവും ആദ്യം ഉണ്ടായ ലൈഫ് എന്ന് പറയുന്നത് RNA-ക്ക് അറൗണ്ട് ആയിട്ടായിരിക്കും. RNA-ക്ക് അറൗണ്ട് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി RNA-നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് അവിടെ ഉണ്ടായിരിക്കും. ആ ലൈഫിനെയാണ് നമ്മൾ, ആ ഹൈപ്പോത്തീസിസിനെയാണ് നമ്മൾ RNA വേൾഡ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. അപ്പൊ RNA വേൾഡ് ഹൈപ്പോത്തീസിസ് എന്താന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ലൈഫ് ഫോം ബേസ് ചെയ്തിരിക്കുന്നത് RNA-ക്ക് അറൗണ്ട് ആയിട്ടായിരിക്കും. കാരണം എന്താ? RNA എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ്. അയാൾക്ക് സ്വന്തമായിട്ട് കാറ്റലൈസ് ചെയ്യാനും പറ്റും. അയാൾക്ക് റെപ്ലിക്കേഷൻ കാറ്റലൈസ് ചെയ്യാൻ പറ്റും, സ്പ്ലൈസിങ് കാറ്റലൈസ് ചെയ്യാൻ പറ്റും, ഒരുപാട് മെറ്റബോളിക് പാത്വേ കാറ്റലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആദ്യത്തെ ലൈഫ് ഫോം, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫോം എന്ന് പറയുന്നത് RNA ബേസ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കും എന്ന് പറയുന്ന ഹൈപ്പോത്തീസിസ് ആണ് RNA വേൾഡ് ഹൈപ്പോത്തീസിസ്. ഓക്കെ, അപ്പൊ ഈ RNA വേൾഡ് ഹൈപ്പോത്തീസിസിന് നമുക്ക് ഒരുപാട് എവിഡൻസുകളും നമുക്ക് ഇന്ന് പറയാൻ പറ്റും. നമ്മളുടെ ഇന്നത്തെ ലൈഫ് ഫോം അല്ലെ, DNA-യും പ്രോട്ടീനും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈഫ് ഫോം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RNA എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നോക്ക്, നമ്മളുടെ സെല്ലുലാർ മെറ്റബോളിസത്തിൽ ആർക്ക് റോൾ ഉണ്ട്? RNA-ക്ക് റോൾ ഉണ്ട് അല്ലേ? റൈബോസൈമുകൾ പല കാറ്റലിറ്റിക് റോളും ചെയ്യുന്നുണ്ട്. നമ്മളുടെ മെറ്റബോളിസത്തിൽ കാറ്റലിറ്റിക് റോൾ ചെയ്യുന്ന ഒരാളാണ് റൈബോസൈം. അതുപോലെ RNA റെഗുലേറ്റേഴ്സും മെറ്റബോളിക് പാത്വേസിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സ്പ്ലൈസിങ് ആണ്. സ്പ്ലൈസിങ് നമുക്കറിയാം, യൂകാരിയോട്സിൽ ട്രാൻസ്ക്രൈബ് ചെയ്താൽ, DNA ട്രാൻസ്ക്രൈബ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി mRNA ഉണ്ടാവില്ല. ഒരു പ്രീ മെച്യൂർ ആയിട്ടുള്ള mRNA ആണ് ഉണ്ടാവുക, hnRNA ആണ് ഉണ്ടാവുക. ആ ഉണ്ടാവുന്ന hnRNA-ക്കകത്ത് നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ജനറ്റിക് ഇൻഫർമേഷൻസ് ഉള്ള എക്സോൺസും ഉണ്ട്, അൺവാണ്ടഡ് ഇൻഫർമേഷൻസ് ഉള്ള ഇൻട്രോൺസും ഉണ്ട്. ഈ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്ത് എക്സോൺസിനെ കൂട്ടി യോജിപ്പിക്കുന്നതിനെയാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പ്ലൈസിങ് ഒക്കെ നടന്നതിന് ശേഷമാണ് ഇപ്പോഴും നമ്മളുടെ ജനറ്റിക് ഇൻഫർമേഷൻ പ്രോട്ടീനായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളത് ഒരു RNA ബേസ് ചെയ്തൊരു വേൾഡ് പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ സ്പ്ലൈസിങ് എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഇനി ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്ക്, അപ്പൊ DNA ട്രാൻസ്ക്രൈബ് ചെയ്തു, RNA ആയി മാറി, RNA ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ ആവുകയാണ്. ശരിയല്ലേ? അപ്പൊ നോക്ക്, ഒരു ജനറ്റിക് ഇൻഫർമേഷൻ എങ്ങനെയാ സ്റ്റോർ ചെയ്തിട്ടുള്ളത്? DNA ആണ്. ആ സ്റ്റോർ ചെയ്ത് വെച്ച ഇൻഫർമേഷന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? പ്രോട്ടീനിലൂടെയാണല്ലോ. DNA നേരിട്ട് പ്രോട്ടീനായി മാറാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും എങ്ങനെയാണ് പ്രോട്ടീനായി മാറുന്നത്? DNA RNA ആവും, RNA then പ്രോട്ടീൻ ആവുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പം ട്രാൻസ്ലേഷനിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷന്റെ മെഷീനറീസും ഇവോൾവ് അറൗണ്ട് RNA ആണ്, ബേസ്ഡ് ഓൺ RNA ആണ്. ശരിയാണല്ലോ. അപ്പം പല സെല്ലുലാർ മെറ്റബോളിസം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ RNAക്ക് റോൾ ഉണ്ട്. സ്പ്ലൈസിങ് നമ്മൾ പറഞ്ഞു. അതേപോലെ ട്രാൻസ്ലേഷൻ ബേസ് ചെയ്തിരിക്കുന്നതും RNA ബേസ്ഡ് ആണ്. അപ്പം RNAക്ക് ബേസ്ഡ് ആയിട്ട് ഒരുപാട് മെഷീനറീസ് നമ്മളുടെ സെല്ലിൽ കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പം ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് മേ ബി RNAക്ക് എറൗണ്ട് ആയിട്ടുള്ള RNA ബേസ്ഡ് ആയിട്ടായിരിക്കും. ഇന്ന് പക്ഷേ നമ്മളുടെ ലൈഫ് ഫോം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ DNAക്കും പ്രോട്ടീനും എറൗണ്ട് ആയിട്ടാണ്. അപ്പൊ നോക്ക്, പണ്ട് ഉണ്ടായ RNAക്ക് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടും അതുപോലെ കാറ്റലിസ്റ്റ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിയാണല്ലോ. അപ്പൊ RNA എന്ന് പറഞ്ഞ ജനറ്റിക് മെറ്റീരിയൽ മോഡിഫൈ ചെയ്ത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ഒക്കെ മോഡിഫൈ ചെയ്ത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ആയി ഇവോൾവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഒരു ജനറ്റിക് മെറ്റീരിയൽ പണ്ട് RNA ആയിരുന്നു, അതിനൊരു ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആള് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ആയി മാറി. യുറാസിലിൻ എന്ന് പറഞ്ഞ നൈട്രജൻ ബേസിന് പകരം തൈമിൻ നൈട്രജൻ ബേസ് വരികയാണ് ചെയ്തത്. ശരിയല്ലേ? അപ്പം RNA എന്ന് പറയുന്ന ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയലിൽ നിന്നും ഇവോൾവ് ചെയ്തിട്ടാണ് ഒരു ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഉണ്ടായി വന്നത്. ആൻഡ് അതുപോലെ തന്നെ പണ്ട് RNA ആയിരുന്നു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്. അയാള് RNA സ്വയമേ കാറ്റലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്നും ബെറ്റർ കാറ്റലിസ്റ്റ്, ബെറ്റർ എൻസൈംസ് ഇപ്പം ആരായിട്ട് മാറിയിട്ടുണ്ട്? പ്രോട്ടീൻസ് ആയി മാറിയിട്ടുണ്ട്. അപ്പം പണ്ടുള്ള ഒരു വേൾഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു RNA വേൾഡ് ആയിരുന്നു. RNA ആണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ലൈഫ് ബേസ് ചെയ്തിരുന്നത്. ഇന്ന് ജനറ്റിക് മെറ്റീരിയൽ അതിൽ നിന്നും എന്ത് ഇവോൾവ് ചെയ്തു? RNAയിൽ നിന്നും DNA ഇവോൾവ് ചെയ്തു. DNAയും അതുപോലെ കാറ്റലിറ്റിക് റോൾ ഇന്ന് ആരാണ് ചെയ്യുന്നത്? മോസ്റ്റ്ലി പ്രോട്ടീൻസ് ആണ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മളുടെ ലൈഫ് ഫോം എന്ന് പറയുന്നത് DNA പ്രോട്ടീൻ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ലൈഫ് ഫോം എന്ന് പറയുന്നത് ഒരു RNA സിസ്റ്റം ആയിരുന്നു. അതിനുള്ള എവിഡൻസുകളും നമ്മൾ പറഞ്ഞു. അപ്പം ഇതാണ് RNA വേൾഡ് ഹൈപ്പോത്തീസിസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. RNA വേൾഡ് ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞ ഈ ഭാഗം നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ബാക്കി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയും ചോദിക്കാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ ഇനി വീണ്ടും നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.